ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ SEETലെ എലക്റ്റീവായ ECT 468 റിന്യൂവബിൾ എനർജി സിസ്റ്റംസിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ സിലബസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ റിന്യൂവബിൾ എനർജിയെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കോഴ്സ് ഔട്ട്കം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇൻട്രൊഡക്ഷൻ ടു റിന്യൂവബിൾ, എന്താണ് എനർജി സോഴ്സസ്, നമുക്ക് എനർജി തരുന്ന എല്ലാത്തിനും നമുക്ക് എന്ത് വിളിക്കാം, എനർജി സോഴ്സസ് എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ വേരിയസ് ടൈപ്സ് ഓഫ് എനർജി സോഴ്സസ് എന്തൊക്കെയാണ്, നമ്മുടെ എന്താണ് റിന്യൂവബിൾ എനർജി, എന്താണ് നോൺ റിന്യൂവബിൾ എനർജി, എന്താണ് കൺവെൻഷണൽ എനർജി, എന്താണ് നോൺ കൺവെൻഷണൽ എനർജി, അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനാണ് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എനർജി സോഴ്സസിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ, അതാണ് നമ്മുടെ ഇതിൽ പഠിക്കാനുള്ളത്. വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി സോഴ്സസ്. അപ്പോൾ എനർജി സോഴ്സസിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ യൂസബിലിറ്റി ഓഫ് എനർജി. യൂസബിലിറ്റി ഓഫ് എനർജി അനുസരിച്ചിട്ട് നമുക്ക് എനർജി സോഴ്സസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. എന്താണ് പ്രൈമറി സോഴ്സസ്? പ്രൈമറി സോഴ്സ് ഓഫ് എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നാച്ചുറലായിട്ട് റോ ഫോമിൽ നമുക്ക് കിട്ടുന്ന എനർജി സോഴ്സസിനെയാണ് നമ്മൾ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വിൻഡ്, സൺലൈറ്റ്, റണ്ണിങ് വാട്ടേഴ്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, പ്രൈമറി റിസോഴ്സിന് എക്സാമ്പിളാണ്. സെക്കൻഡറി റിസോഴ്സസ് എന്താണ്, നമുക്കതിനൊരു വേറെ ഫോമിലോട്ട് മാറ്റിയിട്ട് വൺ ഓർ മോർ സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷന് പോലെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സെക്കൻഡറി റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ നേച്ചറിൽ ഓൾറെഡി ഉള്ളതല്ല, നമ്മളതിനെ മാറ്റിയെടുക്കുന്നതാണ്. വേറെ എനർജിയെ നമുക്ക് മാറ്റിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിക്ക് മാറ്റുന്നത്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്, സെക്കൻഡറി സോഴ്സിന് എക്സാമ്പിളാണ്. ഇനി ബേസ്ഡ് ഓൺ ട്രഡീഷണൽ യൂസ് അനുസരിച്ച് നമുക്കിതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് കൺവെൻഷണൽ എനർജി ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി. കൺവെൻഷണൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ട്രഡീഷണലായിട്ട് നമുക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് കാലം മുതലേ തുടങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ 1973 മുന്നേ തുടങ്ങി യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണെന്ന് പറയാം. ഇനി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ, ഹൈഡ്രോ റിസോഴ്സസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, കൺവെൻഷണൽ റിസോഴ്സസിന് എക്സാമ്പിളാണ്. നോൺ കൺവെൻഷണൽ റിസോഴ്സ് എന്ന് വെച്ചാൽ 1973 കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഓയിൽ ക്രൈസിസ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിരിക്കുന്നതിനെയാണ്. അതായത് നമ്മുടെ പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോസിൽ ഫ്യൂൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെല്ലാ എനർജീസും യൂസ് ചെയ്തിരുന്നത്. ചിലപ്പോൾ പെട്രോളിയം, കോൾ, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയത് ഈ ഓയിൽ എന്ന് പറയുന്നത്, ഈ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നില്ല, അത് തീർന്നു പോകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സസ്. ഫോർ എക്സാമ്പിൾ സോളാർ, വിൻഡ്, ബയോമാസ്, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നോൺ കൺവെൻഷണൽ സോഴ്സസിന് എക്സാമ്പിളാണ്. ഇനി ബേസ്ഡ് ഓൺ ലോങ് ടൈം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം, നോൺ റിന്യൂവബിൾ ആൻഡ് റിന്യൂവബിൾ. നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വീണ്ടും കിട്ടാത്ത അല്ലേ, അതായത് നമ്മുടെ കൺവെൻഷണൽ റിസോഴ്സസിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വീണ്ടും കിട്ടാത്ത, ഫോർ എക്സാമ്പിൾ ഫോസിൽ ഫ്യൂൽസ്, യുറേനിയം, ന്യൂക്ലിയർ ഫ്യൂൽസ്, അതൊക്കെയാണ് നമ്മുടെ ഇതിന് എക്സാമ്പിൾ നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആയ വിൻഡ്, സോളാർ, ബയോമാസ് ഒക്കെ. ഓക്കെ, ഈ റിന്യൂവബിളിൽ പൊല്യൂഷൻ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ നോൺ പൊല്യൂട്ടിങ്. ഓക്കെ, ദേ ആർ നോട്ട് മേക്കിംഗ് എനി പൊല്യൂഷൻ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ദറ്റ് ഈസ് കൊമേഴ്ഷ്യൽ എനർജി ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ. അതായത് കൊമേഴ്ഷ്യൽ എനർജി എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, പൈസ കൊടുത്ത് വാങ്ങുന്നത്, അതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. നോൺ കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കാതെ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ നോൺ കൊമേഴ്ഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ, ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, കമ്പാരിസൺ ബിറ്റ്വീൻ കൺവെൻഷണൽ എനർജി ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. അതായത് നമുക്കിത് ട്രഡീഷണലാണ്, ഇത് നോൺ ട്രഡീഷണലാണ്, നമുക്ക് പണ്ട് കാലം മുതൽ തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള
ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള കമ്പാരിസണിൽ നമുക്ക് പറയാവുന്നത്. അതായത് ട്രഡീഷണലിൽ ആണ് നോൺ ട്രഡീഷണൽ, അതായത് കൺവേർഷൻ റിസോഴ്സ് എന്ന് പറയുന്നത് ട്രഡീഷണലാണ്. ഓക്കെ, പക്ഷേ നോൺ കൺവേർഷൻ എന്താണ്? നോൺ ട്രഡീഷണലാണ്, പണ്ട് കാലം മുതൽ കിട്ടാത്തതാണ്. പിന്നെ നമുക്ക് പണ്ടേ തുടങ്ങി പണ്ടേ മുതൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പണ്ടേ യൂസിങ് ഫോർ മെനി ഇയേഴ്സ്. പിന്നെ അത് മെക്കാനിക്കൽ എനർജിയായിട്ട് നമുക്ക് ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. കോള്, പെട്രോൾ, ഡീസൽ, CNG ഒക്കെയാണ് നമ്മുടെ കൺവേർഷൻ റിസോഴ്സസിന് എക്സാമ്പിൾ. നോൺ കൺവേർഷണൽ ഇതാണ് നമുക്ക് എപ്പോഴെപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിളാണ് സോളാർ, വിൻഡ്, ടൈഡലൊക്കെയാണ് നമ്മുടെ ഇതിന് എക്സാമ്പിൾ, നമ്മുടെ കൺവേർഷൻ റിസോഴ്സിന് എക്സാമ്പിൾ. ഇനി നോൺ കൺവേർഷൻ റിസോഴ്സസിന് എക്സാമ്പിൾ. ഇനി വാട്ട് ആർ ദ കമ്പാരിസൺ ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ? റിന്യൂവബിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ എപ്പോഴും കിട്ടാത്തത്. റിന്യൂവബിളിൻ്റെ എക്സാമ്പിളാണ് സോളാറൊക്കെ. നോൺ റിന്യൂവബിൾ എക്സാമ്പിളാണ് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ എന്ന് വെച്ചാൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നോൺ പൊല്യൂഷനാണ്. ഓക്കെ, ട്രഡീഷണലില്ല, അത് നോൺ പൊല്യൂഷനാണ്. പിന്നെ അതെന്താണ്? സോളാർ, വിൻഡ്, ടൈഡലൊക്കെയാണ് അതിന് എക്സാമ്പിൾ. നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ നമുക്ക് കിട്ടാത്തതാണ്. കിട്ടാത്തതാകുമ്പോൾ അത് വേറെ ട്രഡീഷണൽ യൂസാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോസിൽ ഫ്യൂൽസ്, ന്യൂക്ലിയർ ഫ്യൂൽസ് ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ നമുക്കിനി ഈ കൺവേർഷൻ എനർജി റിസോഴ്സസിൻ്റെയും നോൺ കൺവേർഷൻ റിസോഴ്സസിനെ പറ്റി നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൺവേർഷൻ റിസോഴ്സസിനെ പറ്റി പഠിക്കാം. കൺവേർഷൻസ് എന്താണ്? പണ്ട് കാലം മുതലേ കിട്ടുന്നതാണ് അല്ലേ. അതിന് എക്സാമ്പിളാണ് ഫോസിൽ ഫ്യൂൽസ്, ഹൈഡ്രോ റിസോഴ്സസ്, ന്യൂക്ലിയർ റിസോഴ്സസ്. ഫോസിൽ ഫ്യൂൽസിൽ തന്നെ വരുന്നതാണ് എന്തൊക്കെയാണ്? കോള്, പെട്രോളിയം, അതൊക്കെയാണ് നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് ഉള്ളത്. കോള്, പെട്രോളിയം, ഓയിൽ, ഗ്യാസ്, അതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ പെട്രോളിയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ഡികമ്പോസിഷൻ ഓഫ് കെമിക്കൽ ആക്ഷൻ, ഡീകമ്പോസിഷൻ ഓഫ് ടൈനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒക്കെ ഉണ്ടാവുന്നതാണ് പെട്രോളിയം ആൻഡ് ഓയിൽ. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഓർഗാനിക് വേസ്റ്റസ് ഒക്കെ ഉണ്ടാകും. ഇതേപോലെ തന്നെ എന്താണ് ഡസ്റ്റ്, ഗാർബേജ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇനി ഹൈഡ്രോ റിസോഴ്സ് എന്ന് വെച്ചാൽ വാട്ടർ കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഹൈഡ്രോ റിസോഴ്സ്. അതായത് ഗ്രാവിറ്റി കാരണം ഇലക്ട്രിക് പവർ, ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്നതാണ് ഹൈഡ്രോ റിസോഴ്സസ്. ഇനി പിന്നെ വരുന്നതാണ് ന്യൂക്ലിയർ റിസോഴ്സസ്. ന്യൂക്ലിയർ റിസോഴ്സസ് എന്താണ്? നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കാരണം ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയർ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസായി യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെയാണ് നമ്മൾ. യുറേനിയം 232, യുറേനിയം 235, 233 ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ന്യൂക്ലിയർ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൺവേർഷൻ റിസോഴ്സസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അഡ്വാൻറ്റേജസ് നമുക്കറിയാം, അതെന്താണ്? പൊല്യൂഷൻ ഉണ്ടാക്കും, അതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്താണ്? എക്സ്പെൻസ് കുറവാണ്, പ്രൊഡക്ഷൻ എക്സ്പെൻസ് കുറവാണ്. റോ മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഷിപ്സ് ഒക്കെ വഴി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. പിന്നെ ഹൈ എനർജി സോഴ്സ് ഹൈ ആണ്, എഫിഷ്യൻസി ഈസ് വെരി ഹൈ. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി വെരി ഹൈ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? പൊല്യൂഷൻ ഉണ്ടാക്കും, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ടാക്കും, ഹൈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി നമ്മുടെ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് വേരിയസ് സോഴ്സസ് ഓഫ് കൺവേർഷൻ റിസോഴ്സസ്. അതായത് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ്, കോള്, ഹൈഡ്രൽ പവർ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ആണ് നിങ്ങൾ ഈ ഒരു ബോക്സിലാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് പഠിക്കാനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോൺ കൺവെൻഷണൽ റിസോഴ്സസിലോട്ട് കിടക്കാം. നോൺ കൺവെൻഷണൽ എന്താണ്? നമുക്ക് പണ്ട് കാലം മുതൽ കിട്ടാത്തതാണ്, നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പണ്ട് ട്രഡീഷണൽ യൂസ് അല്ലാതെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സോളാർ, വിൻഡ്, ബയോ എനർജി, ഓഷൻ എനർജി, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി. ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നോൺ കൺവെൻഷണൽ റിസോഴ്സസ് ആകുമ്പോൾ എന്തുണ്ടാവില്ല? അതിന് പൊല്യൂഷൻ ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ്. ദേ ആർ നോൺ പൊല്യൂട്ടിങ്. പിന്നെ റണ്ണിങ് കോസ്റ്റ് കുറവാണ്, ദേ ആർ റിന്യൂവബിൾ ആണ്. പിന്നെ ചീപ്പ് ആൻഡ് ക്ലീൻ. പിന്നെ ജോബ് ക്രിയേറ്റീവ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് ഹൈ കോസ്റ്റാണ്. പിന്നെ എപ്പോഴും നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ദേ ആർ അൺസെർട്ടിനിറ്റി ഓഫ് അവൈലബിലിറ്റി. ഓക്കെ, ഇനി ടൈഡൽ എനർജി എന്ന് വെച്ചാൽ
പിന്നെ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കും. പിന്നെ എഫിഷ്യൻസി ലെവൽ കുറവാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി ഓരോ എനർജി ലെവൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സോളാർ എനർജിയാണ്. അപ്പോൾ സോളാർ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് സോളാർ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് സണ്ണിൽ നിന്നാണ് നമ്മൾ സോളാർ എനർജി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ സണ്ണ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, അത് ഹൈഡ്രജനാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ കാരണം ഹൈഡ്രജൻ ഹീലിയം കാരണം ഉണ്ടാകുന്നതാണ് സോളാർ എനർജി. അപ്പോൾ അതിൻ്റെ കാരണം അഥവാ സൺ ഈസ് എ സോഴ്സ് ഓഫ് എനർജിയാണ് അല്ലേ. അപ്പോൾ സൺറൈസിനും അത്യാവശ്യം നല്ല എനർജി ഉണ്ട്. അപ്പോൾ ആ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ സൺറൈസിനെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, സോളാർ കളക്ടർ ഉണ്ട്. ആ സോളാർ കളക്ടർ യൂസ് ചെയ്തിട്ട് ഒരു സൺറൈസിനെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ബ്യൂട്ടെയിൻ ബോയിലറിലോട്ട് കൊടുക്കുന്നു. ബ്യൂട്ടെയിൻ ബോയിലർ എന്ന് വെച്ചാൽ അതിനുള്ളിൽ ബ്യൂട്ടെയിൻ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സൺറൈസിന് ഹീറ്റ് വെച്ചിട്ട് ബ്യൂട്ടെയിൻ ബോയിൽ ചെയ്യും. അപ്പോൾ അവിടെ ഒരു സ്റ്റീം ക്രിയേറ്റ് ചെയ്യും ഇല്ലേ, തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ തെർമൽ എനർജി ആ ഒരു സ്റ്റീം കാരണം ബ്യൂട്ടെയിൻ ടർബൈൻ കറങ്ങും. ആ ടർബൈൻ കറങ്ങുമ്പോൾ ആ ടർബൈൻ എന്താ ചെയ്യുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ടർബൈൻ? ടർബൈൻ വിൽ കൺവേർട്ട് ദ എനർജി ഇൻകമിങ് എനർജി ടു മെക്കാനിക്കൽ എനർജി. ഔട്ട്പുട്ട് ഓഫ് എ ടർബൈൻ ഈസ് എ മെക്കാനിക്കൽ എനർജി. ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ ഈ ടർബൈൻ മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കും. ജനറേറ്റർ എന്താ ചെയ്യുന്നത്, ജനറേറ്റർ വിൽ കൺവേർട്ട് ദിസ് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ആ ടർബൈൻ ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ എനർജീനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക. അതാണ് ജനറേറ്ററിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോളാർ എനർജി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സൺറൈസിനെ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ സൺറൈസിനെ കളക്ട് ചെയ്യുന്ന സോളാർ പാനൽസ് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, അതാണ് സോളാർ വോൾട്ടായിക്. അപ്പോൾ ആ ഒരു കൺവേർഷൻ നമ്മൾ ഫോട്ടോ വോൾട്ടായിക് കൺവേർഷൻ എന്നും കൂടി പറയും. അതായത് ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റാണ്, ലൈറ്റിനെ വോൾട്ടേജ് ആക്കി മാറ്റും. അതാണ് ഫോട്ടോ വോൾട്ടായിക് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് വെച്ചാൽ എന്താണ്, നമുക്കത് പെട്ടെന്ന് കിട്ടുന്നതാണ്. പിന്നെ പൊല്യൂഷൻ ഇല്ല. പിന്നെ പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഡേ ടൈമിൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ അല്ലേ. സൺ എന്ന് പറയുന്നത് സൂര്യപ്രകാശം നമുക്ക് ഡേ ടൈമിൽ കിട്ടുള്ളൂ, നൈറ്റിൽ കിട്ടില്ല. പിന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സീസൺ അനുസരിച്ച് വേരി ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജാണ്. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലാർജ് ഏരിയയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് കിട്ടണമെങ്കിലൊക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് സോളാർ എനർജി? സോളാർ എനർജിയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോളാർ വാട്ടർ ഹീറ്റേഴ്സ് അല്ലേ. സോളാർ വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ബിൽഡിങ്സിന് ഹീറ്റ് ചെയ്യാം. പിന്നെ സോളാർ ഡിസ്റ്റിലേഷൻ, സോളാർ പമ്പിങ്. അതായത് ഡിസ്റ്റിലേഷൻ എന്താണ്, വാട്ടറിൻ്റെ മൈക്രോ ഓർഗാനിസംസ് നശിപ്പിച്ച് വാട്ടർ പ്യൂരിഫിക്കേഷനാണ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, വാട്ടർ ഉണ്ടാക്കുക ആണ്. അപ്പോൾ അത് ശരിക്കും അതിനകത്തൊരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, അപ്പോഴാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ആവുക. അപ്പോൾ സോളാർ എനർജി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ഡിസ്റ്റിലേഷൻ നടക്കാം. പിന്നെ സോളാർ കുക്കർ, സോളാർ ഫർണസസ്, പിന്നെ സോളാർ ഗ്രീൻ ഹൗസ്, സോളാർ ഇലക്ട്രിക് EV വെഹിക്കിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോളാർ ഉപയോഗിച്ച് EV ഒക്കെ മാറ്റാം, ഫോട്ടോ വോൾട്ടായിക്സ് ഒക്കെ മാറ്റാം. പിന്നെ സോളാർ ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ക്യാമ്പസിലൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ മുകളിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആ പവർ ഉപയോഗിച്ചിട്ട് തന്നെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്തോളും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ പറ്റി പഠിക്കും. ഓക്കെ, താങ്ക് യു.